10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടും മൂന്നാം അലോട്ട്മെന്റിലും +1 സീറ്റ് കിട്ടാത്ത സങ്കടം കത്തിലൂടെ വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ച് കോഴിക്കോട്ടെ വിദ്യാർത്ഥിനി. വടകര തിരുവള്ളൂർ സ്വദേശി റയാ സമീറാണ് +1 പ്രവേശനം കിട്ടാത്ത മറ്റു വിദ്യാർത്ഥികളുടെ കൂടി ശബ്ദമായത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അങ്ങയോട് ഇതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്നതിൽ ഈ 16-കാരിക്ക് ഒരുപാട് വേവലാതിയുണ്ട്. എങ്കിലും അങ്ങയോടല്ലാതെ മറ്റാരോട് ചോദിക്കും? ഞാൻ റയാ സമീർ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലത്തിലെ 70,000 പേരിൽ ഒരാൾ. ഏതാണ്ട് 3 മാസമായി വീട്ടിലിരിക്കുന്നു. ഇനിയും ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. +1 സയൻസ് എടുത്ത് പഠിച്ച് MBBS ചേരണമെന്ന ആഗ്രഹത്തോടെയാണ് റയ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയത്. മാർക്കുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ സീറ്റ് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടാതെ വന്നപ്പോഴും പ്രതീക്ഷ കൈവിട്ടില്ല. എന്നാൽ മൂന്നാം അലോട്ട്മെന്റിലും കൊടുത്ത 13 സ്കൂളിലും കിട്ടിയില്ല. എൻ്റെ കൂടെ ഫുൾ A+ ഉണ്ടായ കുട്ടികൾക്ക് രണ്ടാം അലോട്ട്മെന്റ് വരെ കിട്ടിയിട്ടില്ലായിരുന്നു. തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഭൂരിഭാഗം പേർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടാത്തത് എന്നെയും അവരെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട്. സൈറ്റിൽ ആദ്യമൊക്കെ ഓരോ അലോട്ട്മെന്റ് വരുമ്പോഴും അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് ഉള്ളിലെ സങ്കടവും നിരാശയും കത്തിൽ പകർത്തി വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചത്. ഷാഫി പറമ്പിൽ MPക്കും KK രമ MLAയ്ക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട്. തന്നെ പോലെ സീറ്റ് കിട്ടാത്ത മറ്റു കുട്ടികൾക്ക് വേണ്ടി കൂടിയാണ് താൻ ശബ്ദമുയർത്തുന്നതെന്ന് റയ. ഈ ഒരു കത്ത് എഴുതിയതിൻ്റെ പിന്നിൽ ഞാൻ എൻ്റെ ഒരു ആവശ്യം മാത്രം ഉന്നയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നില്ല. എന്നെപ്പോലെ കുറേ പേര് ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവരിൽ എല്ലാവർക്കും സീറ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര കാലം സീറ്റില്ല എന്ന് പറയാം. ഇനിയും SSLC ബാച്ചുകൾ വരും, ഇനിയും കുട്ടികൾ വരും, ഇനിയും അവരുടെ ചോയ്സ് അനുസരിച്ച് സീറ്റുകൾ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധ കാര്യമല്ലേ. അവസാന പ്രതീക്ഷയും കൈവിട്ടതോടെ വീട്ടുകാരും ആശങ്കയിലാണ്. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു സീറ്റ് അവരിഷ്ടപ്പെടുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടുക എന്നുള്ളത് അത് അവരുടെ ഒരു അവകാശമാണ്. അതെങ്കിലും ഇതിൻ്റെ അതോറിറ്റീസ് പരിഗണിക്കണം. എത്രയും വേഗം പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് റയ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം. മറ്റെല്ലാ കുട്ടികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങൾ റയയ്ക്കുമുണ്ട്. പക്ഷേ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് റയ ഇപ്പോൾ. ക്യാമറ പേഴ്സൺ അനൂപ് ചിക്കോടിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.